അപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഈ നാടിന് നടുക്കിയ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. അതായത് വയനാട് മുണ്ടക്കൈ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളെപ്പോലെ രാത്രി നല്ല ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങിയ വീട്ടുകാരാണ്. പെട്ടെന്ന് ഒരു 2-2:30 ആയപ്പോൾ ഉരുൾപൊട്ടലുണ്ടായി. പലരും രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. കാരണം ഉറക്കത്ത് ആയതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രാവിലെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ആഴത്തിലുണ്ടായ ഒരു അപകടം ഉണ്ടാകുമായിരുന്നില്ല. കാരണം രക്ഷപ്പെടാമായിരുന്നു. ഉറക്കത്ത് നമുക്കായാലും ഒന്നും തിരിയാത്തൊരവസ്ഥയാണ് ഉണ്ടാകുക. അപ്പം കുറെ പേര് ഇപ്പോൾ മണ്ണിൻ്റെ അടിയിലുണ്ട്. കുറെ ആളും മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും മരണം സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ദുഃഖകരമായ വാർത്തയൊക്കെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. രക്ഷാപ്രവർത്തകരും സൈനികരും എല്ലാവരും കൂടിയിട്ട് നമ്മളെ നാട്ടുകാരും അതുപോലെ പല നാട്ടിൽ നിന്നും ആൾക്കാർ വയനാട്ടിലേക്ക് പോകുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. നമ്മളെ കേരളത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അതാണ്. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതുപോലെ വയനാട്ടിലേക്ക് വേണ്ടുന്ന നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. പൈസയായിട്ടും മറ്റും ആൾ ചെയ്യുന്നുണ്ട്. ഇപ്പം പൈസ എന്നുള്ളതിനെ കൂടുതൽ നമുക്ക് സാധനങ്ങളാണ് വേണ്ടത്. നമ്മുടെ ജില്ലാ കളക്ടർമാരെ പേജിലായാലും വേണ്ടുന്ന സാധനങ്ങളും ലിസ്റ്റുകളും എവിടെ എത്തിക്കണം എന്നുള്ളതും അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കഴിയുന്നവരും മാക്സിമം സഹായം എത്തിക്കുക. പൈസ നമുക്ക് ഈ ദുരന്തമൊക്കെ ഏകദേശം കെട്ടടങ്ങിയതിന് ശേഷം വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്കും അല്ലെങ്കിൽ അധികാരപ്പെട്ട സംഘടനയിലേക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ എടുത്ത് പറയേണ്ട ഏറ്റവും നമ്മളെക്കാട്ടിയും സങ്കടം അനുഭവിക്കുന്നത് പ്രവാസി സുഹൃത്തുക്കളാണ്. കാരണം അവർക്ക് ഈ നാട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് സങ്കടം. എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം ഇതിലൊന്നും ഏർപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം TV-യിലൂടെ അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചിട്ടും അന്വേഷിക്കാനേ പറ്റുള്ളൂ എന്ന് സങ്കടപ്പെടുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കാരണം നമ്മളെങ്ങനെയാണോ അനുഭവിക്കുന്നത് അതേ അവസ്ഥയാണ് അവരും. നാട്ടിൽ അവരുടെ ശരീരം എവിടെയാണെങ്കിലും മനസ്സിവിടെ നാട്ടിലാണ്. പല പ്രവാസികളുടെയും അവസ്ഥ അത് തന്നെയാണ്. എല്ലാവരെയും ദൈവം കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രവാസി സുഹൃത്തുക്കളെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അത് ആത്മാർത്ഥമായ ഒരു ഇതാണ്. പക്ഷേ മറുവശത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഞാൻ പറയുന്നത്. ടിക്ടോക്ക് കോളികൾ ഇതൊന്നും വകവെക്കാതെ ടിക്ടോക്ക് ചെയ്യുക, മ്യൂസിക് ചെയ്യുക, അതായത് ഡയലോഗ് പറയുക, തെറി വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യൻ തന്നെയാണ് നിങ്ങളൊക്കെ. കുറേ പ്രവാസ സുഹൃത്തുക്കൾ ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ മനംനൊന്തിരിക്കുകയാണ്. എന്താ പറയുക, പറയാനൊന്നുമില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചേട്ടൻ. ആരാണെന്നൊന്നും അറിയില്ല. കുഞ്ഞു മക്കൾക്ക് പാല് വേണമെങ്കിൽ എൻ്റെ ഭാര്യ റെഡിയാണ് തരാമെന്നുള്ളത്. ആ മനസ്സിൻ്റെ നന്മയാണത്. നമ്മളത് കാണാതെ പോകരുത്. അതാണ് നമ്മളെ കേരളീയർ. കാരണം ഒരുപാട് കുഞ്ഞുമക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു വീഡിയോ ഇതിനിടക്ക് വൈറലായിട്ടുണ്ടായിരുന്നു. നമ്മളെ സൈനികര് ഒരു ചെറിയ കുട്ടീനെ ഇങ്ങനെ പിടിച്ച് രക്ഷപ്പെടുത്തുന്നത്. എന്തായാലും അത് വളരെ ഈ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ചെറിയൊരു ആശ്വാസം നൽകുന്നൊരു വാർത്തയാണത്. അപ്പം അങ്ങനെയൊക്കെ ഓരോരോ ആൾക്കാരിങ്ങനെ കുഞ്ഞു കുട്ടികൾക്ക് പാല് കൊടുക്കാനും ഇതിനൊക്കെ വരുന്നത് അവരെ മനസ്സിൻ്റെ നന്മയാണ്. അതാണ് നമ്മളെ കേരളീയർ. പക്ഷേ അതിനിടയ്ക്കും ഒരു മോശം കമൻറ്റ് വരുന്നത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കമൻറ്റ്. കുഞ്ഞു കുട്ടികൾക്ക് മാത്രമേ കൊടുക്കൂ, വലിയ കുട്ടികൾക്ക് കൊടുക്കൂലേ എന്നുള്ളത്. ഈ ഒരവസ്ഥയിൽ ഇങ്ങനെ പറയാൻ സുഹൃത്തെ എങ്ങനെയാണ് തോന്നുന്നത്? കാരണം ഇതേപോലെ അമ്മേൻ്റെ പാല് കുടിച്ചിട്ടല്ലേ ഇനിയും വളർന്നത്. വെറും കാമക്കണ്ണുകൊണ്ട് മാത്രം നോക്കുന്ന ഇന്നെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിൻ്റെ ശാപം തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രക്കും തരംതാണ് ചിന്തിക്കാൻ ഈ അവസ്ഥയിലും മനുഷ്യന്മാർക്ക് പറ്റില്ല എന്തായാലും. അപ്പം നിങ്ങളെല്ലാം ഒരു അഹങ്കാരമുണ്ട്. നിങ്ങളെല്ലാം സേഫാന്ന്, നമുക്കൊന്നും പറ്റൂല എന്നുള്ളത്.
നമ്മുടെ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മതി. അതുകൊണ്ട് ആരും അഹങ്കരിക്കണ്ട. ഇപ്പം വീട് നഷ്ടപ്പെട്ടവർ എന്താ പറയുക, പൈസ ഉള്ളവരുണ്ടാവും, പൈസ ഇല്ലാത്തവരുണ്ടാവും, മിഡിൽ ക്ലാസ് ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ഇല്ലേ? അതാ പറയുന്നത്, അധിക അഹങ്കാരം പാടില്ല. ഈ ഒരവസ്ഥയിലും ആ സുഹൃത്ത് പറഞ്ഞത് എനിക്ക് വളരെ ഒരു വേദന ഉണ്ടാക്കി. കാരണം അവരെ മനസ്സിൻ്റെ നന്മയാണത്. കുഞ്ഞുമക്കളെ രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ പാല് കൊടുക്കുക, അവരെ ഇതാക്കുക എന്നുള്ളത് വളരെ മനസ്സിന് നന്മയുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. അതിനെപ്പോലും ഇങ്ങനെ കാമക്കണ്ണുകളിലൂടെ കാണുക എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വളരെ മോശമാണ് നാടിൻ്റെ അവസ്ഥ. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഇതുപോലെ ദുരന്തം ഇല്ലാതിരിക്കട്ടെ, ഇനി മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റും, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലല്ലേ. നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ നമ്മുടെ വയനാടിൻ്റെ സഹായിക്കാൻ പറ്റുന്ന പോലെ സഹായിക്കുക. എല്ലാവർക്കും ഒരുപോലെ പറ്റണമെന്നില്ല, എന്നാലും പറ്റുന്ന ചെറിയ സഹായം ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ.